തിരുപ്പിറവിക്കായുള്ള കാത്തിരിപ്പ് 15-ാം ദിനം. ഒരിക്കൽ ഒരു സന്യാസി തൻ്റെ കീഴിലുള്ള ജനങ്ങളെല്ലാം വരുത്തി അവർക്ക് ദാനശീലത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയായിരുന്നു. ക്ലാസ് എടുത്തു കഴിഞ്ഞ് അവർക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി എന്നറിഞ്ഞപ്പോൾ സന്യാസി അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി. നിങ്ങളിൽ 2 പറ കണ്ടമുള്ളവൻ 1 പറ മറ്റുള്ളവന് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ ആരൊക്കെ കൊടുക്കുവാൻ മനസ്സാകുമെന്നുള്ളതിന് ഒന്ന് കൈപൊക്കാമോ? അവരെല്ലാവരും തന്നെ കൈകൾ പൊക്കി. വീണ്ടും സന്യാസി അവരോട് ചോദിച്ചു, നിങ്ങളിൽ 2 പറ നെല്ലുള്ളവൻ 1 പറ മറ്റൊരു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരൊക്കെ കൊടുക്കും? അവർ വീണ്ടും കൈകൾ പൊക്കി. അങ്ങനെ സന്യാസിയുടെ ചോദ്യത്തിൻ്റെ നിര നീണ്ടു വന്നു. അവരെല്ലാവരും തന്നെ ഓരോ ചോദ്യത്തിനും കൈകൾ പൊക്കുകയും ചെയ്തു. അവസാനമായി സന്യാസി അവരോട് ചോദ്യം ചോദിച്ചു, നിങ്ങൾ 2 കാളകളുള്ളവൻ 1 മറ്റുള്ളവന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരൊക്കെ കൊടുക്കും? അവരിൽ ആരും തന്നെ കൈകൾ പൊക്കിയില്ല. കാരണം എന്താണെന്നറിയോ? ആദ്യം സന്യാസി പറഞ്ഞ ആ ലിസ്റ്റ് അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു. എന്നാൽ അവസാനം പറഞ്ഞ ആ 2 കാളകൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അവർക്കറിയാം, ഞങ്ങളുടെ കയ്യിലുള്ള ഈ 2 കാളകളിൽ 1 കൊടുത്താൽ തീർച്ചയായും ഞങ്ങൾക്ക് പണി കിട്ടുമെന്ന്. അതുകൊണ്ട് അവരാരും കൈകൾ പൊക്കിയില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിലും നമുക്ക് സംഭവിക്കുന്നത് ഇത് തന്നെയല്ലേ? നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ, സുഹൃത്ത് ബന്ധങ്ങളിൽ, അയൽ ബന്ധങ്ങളിൽ, സമൂഹ ബന്ധങ്ങളിൽ ഒക്കെ നാം പറയും, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ കൊടുത്തേനെ എന്ന്. നമുക്ക് മറ്റുള്ളവരോട് യഥാർത്ഥ കരുണയും സ്നേഹവും ഒന്നും ഇല്ലാത്തതല്ലേ ഇതിന് കാരണം? മറ്റുള്ളവരുടെ ദുഃഖവും തകർച്ചയും കാണുമ്പോൾ നമുക്ക് അവരോട് തോന്നുന്ന ഒരുതരം അനുകമ്പ എന്നതിലുപരിയായി മറ്റുള്ളവരുടെ വികാരങ്ങൾ അതുപോലെ അനുഭവിച്ചറിയാനും മറ്റുള്ള വികാരങ്ങൾ നമ്മുടെ വികാരങ്ങളായി കാണുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് ഇല്ലായ്മയിൽ നിന്നും നമുക്കുള്ളതിൽ നിന്നും പങ്കുവച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ഈശോ തമ്പുരാൻ നമ്മെ പഠിപ്പിച്ച ആ വലിയ പാഠവും അതുതന്നെയാണ്, ഉള്ളതിൽ നിന്നും ഇല്ലായ്മയിൽ നിന്നും പങ്കുവയ്ക്കുക. അതിനുവേണ്ടിയാണല്ലോ ഈശോ ബെത്ലഹേമിലെ ആ കാലിത്തൊഴുത്തിൽ തണുപ്പുള്ള രാത്രിയിൽ സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ട് മനുഷ്യനായി വന്നു പിറന്നത്. കാൽവരി മലയിൽ തൻ്റെ അവസാന തുള്ളി രക്തവരെയും മറ്റുള്ളവർക്കായി ചിന്തി തൻ്റെ ശരീരം മറ്റുള്ളവർക്കായി മുറിച്ചു വിളമ്പി. ഈശോയുടെ ഈ മാതൃക നമ്മുടെ ജീവിതത്തിലും നമുക്ക് സ്വീകരിക്കാം. ഈ ക്രിസ്മസ് നാളുകളിൽ കണ്ണുകൾ തുറന്ന് മറ്റുള്ളവരെ കാണുവാനും കാതുകൾ തുറന്ന് മറ്റുള്ളവരെ മുഴുവനായി കേൾക്കുവാനും അവരെ നമ്മോട് ചേർന്ന് നിർത്തുവാനും അവർക്ക് സഹായഹസ്തം നീട്ടുവാനും മറ്റുള്ളവരുമായി പങ്കുവച്ച് ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് പുൽക്കൂട്ടിലെ ഉണ്ണി യേശു നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിയായിരിക്കട്ടെ.